ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 12-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ പഞ്ചായത്ത് അവാർഡ്സ് 2024. അപ്പോൾ നാഷണൽ പഞ്ചായത്ത് അവാർഡ്സ് 2024 കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വായിക്കാം. ദ നാഷണൽ പഞ്ചായത്ത് അവാർഡ്സ് 2024 ഹോണേർഡ് 45 എക്സെപ്ഷണൽ പഞ്ചായത്ത്സ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ടു സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ ഇന്ത്യ. Held on 11th December 2024 at Vigyan Bhavan, New Delhi. The event was presided over by Honorable President of India Srimati Draupadi Murmu with Honorable Union Minister of Panchayati Raj Shri Rajiv Ranjan Singh alias Lalan Singh. അപ്പോൾ ഇത് പഞ്ചായത്ത് അവാർഡ്സ് കൊടുത്തത് ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ദ്രൗപദി മുർമു ഒക്കെയാണ് പ്രസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിഗ്യാൻ ഭവൻ ന്യൂഡൽഹിയിലാണ് ഇവൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് 11th ഡിസംബറിൽ, അതായത് ഇന്നലെ. പിന്നെ ഡ്യൂറിങ് ദ പ്രസ്റ്റീജിയസ് സെറമണി 45 പഞ്ചായത്ത്സ് ഫ്രം ഡൈവേഴ്സ് റീജൻസ് വെർ ഹോണേർഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് ദിയർ എക്സംപ്ലറി വർക്ക് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. 45 പഞ്ചായത്ത്സ് ആണ് ഡൈവേഴ്സ് റീജിയനിലായിട്ട് 45 പഞ്ചായത്തുകളിനെയാണ് ഹോണർ ചെയ്തത് അവരുടെ എക്സംപ്ലറി വർക്ക് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിന്. എ ബുക്ക്ലെറ്റ് ടൈറ്റിൽഡ് പ്രാക്ടീസസ് ഓൺ works of awardee panchayats was unveiled, documenting the innovative and impactful practices implemented by the award winning panchayats. പിന്നെ പറയുന്നത് അഡീഷണലി ദ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഓഫ് അവാർഡ് മണി ടു ദ വിന്നിംഗ് പഞ്ചായത്ത്സ് വാസ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ഡ്യൂറിംഗ് ദ ഇവൻറ്റ്. ദ സെറമണി ഓൾസോ ഫീച്ചേർഡ് എ ഷോർട്ട് ഫിലിം ഹൈലൈറ്റിംഗ് the exceptional efforts of some award-winning panchayats with a special focus on the pivotal role of training institutes in enhancing the capabilities of Panchayati Raj institutions. പിന്നെ പറയുന്നത് the National Panchayat Awards are usually celebrated on April 24th every year in conjunction with the National Panchayati Raj Day due to general elections Lok Sabha earlier held in 2024. അപ്പോൾ ഈ അവാർഡ് കൊടുക്കൽ ഡിലേ ചെയ്യാനുള്ള കാരണമാണ് ഈ പോയിന്റിൽ പറയുന്നത്. അതായത് April 24th എല്ലാ വർഷവും കൊടുക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ കാരണം കൊണ്ട് ഇത് ഡിലേ ആയതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11th ഡിസംബറിലേക്ക് മാറ്റിവെച്ചത്. പിന്നെ ദിസ് ഡേ കൊമമറേറ്റ്സ് ദ എനാക്ട്മെൻറ്റ് ഓഫ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ 1993 ആൻഡ് ഗ്രാൻഡഡ് പഞ്ചായത്ത്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവർണൻസ്. അപ്പോൾ ഈ ഡേ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 അതിൻ്റെ എനാക്ട്മെൻറ്റിനെ കൊമമറേറ്റ് ചെയ്തുകൊണ്ടും അതേപോലെ 1993 ആ ലോ വന്നതും പിന്നെ പഞ്ചായത്ത്സിനെ ലോക്കൽ സെൽഫ് ഗവർണൻസ് ആയിട്ട് സ്റ്റാറ്റസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ ഡേ ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ ഡേ ടു റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചായത്ത്സ് ഇൻ ഇന്ത്യാസ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ആൻഡ് ദ ക്രൂഷ്യൽ റോൾ ദേ പ്ലേ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the National Panchayat Awards 2024 are awarded under several categories with a primary focus on recognizing grassroots governance, social inclusion and environmental sustainability. The categories are as follows. അപ്പോൾ ആ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ പഞ്ചായത്ത് അവാർഡ്സ് 2024 അവാർഡ് ചെയ്യുന്ന അണ്ടർ സെവറൽ കാറ്റഗറീസിലാണ്. ദ പ്രൈമറി ഫോക്കസ് ഓൺ റെക്കഗ്നിഷൻ, ഗ്രാസ് റൂട്ട് ഗവർണൻസ്, സോഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതക് വികാസ് പുരസ്കാർ. This award recognizes the top 3 gram panchayats under each of the 9 localization of sustainable development goals thematic areas. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ഞാൻ വായിച്ചു പോവാം. നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതക് വികാസ് പുരസ്കാർ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡഡ് ടു ദ ടോപ്പ് 3 ഗ്രാം പഞ്ചായത്ത്സ്, ബ്ലോക്ക് പഞ്ചായത്ത്സ് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്സ് വിത്ത് ദ ഹയസ്റ്റ് ആവറേജ് സ്കോർ ഓഫ് അക്രോസ് ഓൾ 9 തീംസ്. പിന്നെ അടുത്ത പുരസ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം ഊർജ സ്വരാജ് വിശേഷ പഞ്ചായത്ത് പുരസ്കാർ, awarded to the top 3 gram panchayats for their significant contributions to adopting and utilizing renewable energy sources. പിന്നെ കാർബൺ ന്യൂട്രൽ വിശേഷ് പഞ്ചായത്ത് പുരസ്കാർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ ടു ദ ടോപ്പ് 3 ഗ്രാം പഞ്ചായത്ത് ഫോർ ദിയർ എഫേർട്സ് ഇൻ അച്ചീവിംഗ് നെറ്റ് സീറോ കാർബൺ എമിഷൻസ്. പിന്നെ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാർ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ awarded to the top 3 institutions that have provided exemplary institutional support to panchayats achieving the localization of sustainable development goals.
പിന്നെ the awards also emphasize the role of panchayats in achieving the United Nations Sustainable Development Goals with a particular focus on localization of SDGs, Sustainable Development Goals. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DPIIT അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ്, ഫ്ലിപ്കാർട്ട് MOU, DPIIT ഫ്ലിപ്കാർട്ടും MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ഡ്രൈവ് സ്റ്റാർട്ടപ്പ് സക്സസ് ഇൻ ഇന്ത്യ. അപ്പോൾ സൈൻ ചെയ്തത് സ്റ്റാർട്ടപ്പ് സക്സസ് ഇൻ ഇന്ത്യ ആയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Department for Promotion of Industry and Internal Trade has entered into a strategic partnership with Flipkart, a leading Indian e-commerce platform, by signing a memorandum of understanding to foster and support the development of technology-driven startups across the country. പിന്നെ this collaboration aligns with the government's vision to strengthen India's innovation ecosystem and complements Flipkart's ongoing efforts through its $100 million venture fund under the Flipkart Leap and Ventures initiative. പിന്നെ the partnership is designed to empower startups with access to critical resources, including industry reports, research publications, datasets, and other relevant studies published by government authorities. Additionally, the MOU aims to expedite patent application process for startups, ensuring timely access to opportunities and enhancing their competitive advantage in the market. Flipkart has invested 20 startups and remains committed to identifying and nurturing ventures with significant growth potential. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICICI Bank partners with Commonwealth Bank of Australia to boost India-Australia business corridor. അപ്പോൾ ഈ ICICI ബാങ്ക് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ആയിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയ ബിസിനസ് കോറിഡോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ICICI Bank has announced the signing of a memorandum of understanding with the Commonwealth Bank of Australia to enhance support for customers engaged in the Australia-India business corridor. The MOU was signed by Rakesh Jha, Executive Director of ICICI Bank, and Mike Vassilile, Group Executive of Business Banking at CBA. The collaboration aims to foster deeper economic ties between the two nations by exporting several initiatives, including introducing corporate and institutional customers to opportunities for investment or business expansion in India and Australia, പിന്നെ facilitating trade between corporate customers in both countries through banking services and cross-border trade guidance, പിന്നെ assisting customers relocating to India or Australia with seamless banking services, പിന്നെ ഡെവലപ്പിംഗ് കസ്റ്റമർ സെൻട്രിക് സൊല്യൂഷൻസ് ഫോർ എഫിഷ്യൻറ്റ് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ്. അതൊക്കെയാണ് ഇതുകൊണ്ട് ഈ കൊളാബറേഷൻ കൊണ്ട് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. പിന്നെ രാകേഷ് ജ ഇസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ICICI ബാങ്ക്. ഓക്കെ. പിന്നെ മൈക്ക് വാസിലൈലയാണ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഓഫ് ബിസിനസ് ബാങ്കിങ് ഇൻ കോമൺവെൽത്ത് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Universal Sompo partners with the CRY to promote education for marginalized communities in Andhra Pradesh. അപ്പോൾ യൂണിവേഴ്സൽ സാംപോ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് CRY, അതായത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് എഡ്യൂക്കേഷൻ ഫോർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. യൂണിവേഴ്സൽ സോംപോ ജനറൽ ഇൻഷുറൻസ് ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു to enhance educational opportunities for children in marginalized communities in Andhra Pradesh. This partnership aligns with Universal Sompo's inauguration of its new corporate office in Mumbai and underscores its commitment to fostering social impact through education. The initiative focuses on establishing remedial tuition centers for 10th and 12th grade students, providing targeted academic support in critical subjects like mathematics and science. Over a 3-month period, January to March 2025, the program aims to prepare students for board examinations, ensuring their readiness and encouraging professional and science-based education streams. The project will benefit 114 students and 82 families, offering career counseling to help students make informed
decisions about pursuing engineering, medical and other professional courses. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയാണത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ MD ആൻഡ് CEO ഓഫ് യൂണിവേഴ്സൽ സോംപോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് മാത്തൂറാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. S&P ഗ്ലോബൽ റീറ്റെയിൻ 6.8% ഗ്രോത്ത് ഫോർ ഫിനാൻഷ്യൽ ഇയർ 25. അപ്പോൾ S&P ഗ്ലോബൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.8% തന്നെ ആയിരിക്കുമെന്ന് ഫോർകാസ്റ്റ് ചെയ്ത് മുമ്പ് വെച്ചിരുന്നു. അതിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോവേർഡ് ഇന്ത്യാസ് ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2024-25 to 6.6% and S&P Global retained its forecast at 6.8%. S&P Global's projection has come at a time when GDP growth has slowed to 5.4% in July-September quarter. അപ്പോൾ S&P ഗ്ലോബലിൻ്റെ പ്രൊജക്ഷൻ വന്നിട്ടുള്ളത് GDP ഗ്രോത്ത് സ്ലോ ചെയ്തു, 5.4% സ്ലോ ആയി ജൂലൈ-സെപ്റ്റംബർ ക്വാർട്ടറിൽ, പ്രോംപ്റ്റിംഗ് വേരിയസ് ഏജൻസീസ് ടു സ്ലാഷ് ഫുൾ ഇയർ പ്രൊജക്ഷൻ. Meanwhile, the government is hopeful of a better growth for the full fiscal, dismissing Q2 number as a one-off. India's economy grew 8.2% in year 2023-24. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് സൈനിങ് ഓഫ് MOU ബിറ്റ്വീൻ GSI ആൻഡ് CNR IRPI ഇറ്റലി ഫോർ കൊളാബറേഷൻ ഇൻ ലാൻഡ്സ്ലൈഡ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഒരു MOU സൈൻ ചെയ്തിട്ടുള്ളത് യൂണിയൻ ക്യാബിനറ്റ് GSIയുടെയും CNR IRPI ഓഫ് ഇറ്റലിയുമായിട്ട് കൊളാബറേഷൻ ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്ലൈഡ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്രൂവ് ചെയ്തു, സൈൻ ചെയ്യൽ അപ്രൂവ് ചെയ്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിൽ സൈൻ എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് with the Research Institute of Geohydrological Protection of the National Research Council, അതാണ് CNR IRPI, Italy, for a collaboration in the landslide forecast and early warning. The Union Cabinet in its meeting held on 6/12/2024 approved the proposed MOU between GSI and CNR IRPI. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. 15th Finance Commission grants released for the rural local bodies of Himachal Pradesh and Goa. അപ്പോൾ 15th ഫിനാൻസ് കമ്മീഷൻ റൂറൽ ലോക്കൽ ബോഡീസ് ഓഫ് ഹിമാചൽ പ്രദേശ് ആൻഡ് ഗോവയ്ക്ക് ഗ്രാൻറ്റ്സ് റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. The Union Government has released the 15th Finance Commission grants during financial year 2024-25 for rural local bodies in Himachal Pradesh. Second installment of United grants amounting to rupees 70.4 crore rupees, along with the withheld amount of a first installment of United grants for financial year 2024-25 amounting to 11.4716 crore rupees. These funds are for all eligible 12 district panchayats, all eligible 81 block panchayats and all eligible 3,615 gram panchayats. 15th Finance Commission grants during financial year 2024-25 for rural local bodies in Goa. Second installment of United grants of the financial year 2022-23 amounting to 9.69 crore rupees have also been released. അതും കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ these funds are for all eligible 191 gram panchayats of the state. ഓക്കെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Kyndryl partners with the Cooperative Bank for a strategic cloud migration. അപ്പോൾ Kyndryl പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ സ്ട്രാറ്റജിക് ക്ലൗഡ് ആൻഡ് മൈഗ്രേഷൻ ആയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Kyndryl, the world's largest IT infrastructure services provider, has announced a strategic partnership with the Cooperative Bank to migrate the bank's existing applications from on-premise environments to AWS cloud. This initiative aims to provide a flexible IT infrastructure, enhancing operational efficiency and service delivery while reducing ongoing costs. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 11th December ആണ്. ടു ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൗണ്ടൻസ് ഇൻ പ്രിസർവിംഗ് ദ നാച്ചുറൽ ബാലൻസ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ, ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ December 11th every year. This day, which has instituted by the UN in 2003, emphasizes the need for protecting mountain ecosystems and sustaining the means of subsistence for mountain populations. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 11th December ആണ്. പിന്നെ ഈ വർഷത്തെ എന്താ പറയുക, ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേയുടെ ഒരു തീമാണ് മൗണ്ടൻ സൊല്യൂഷൻസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഇന്നോവേഷൻ, അഡാപ്റ്റേഷൻ ആൻഡ് യൂത്ത്. അതാണ് ഈ വർഷത്തെ ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേയുടെ തീം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.